ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച ഒരു അയിലക്കറിയാണ്. അതും ഞങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ്. അതിന് നമുക്ക് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പിന്നെ ഒരു എക്സ്ട്രാ പച്ചമുളക് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില. കഴുകി വൃത്തിയാക്കിയ അയില കഷ്ണങ്ങൾ നുറുക്കി വെച്ചിരിക്കുന്നു. ഈ ചട്ടിയിലാണ് നമ്മൾ പാകം ചെയ്യാൻ പോകുന്നത്. അതിന് ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാകുന്നതിന് വരെ വെയിറ്റ് ചെയ്യുക. ചൂടായ ശേഷം നല്ല വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് ആ വെളിച്ചെണ്ണ ചൂടാകാനും നമ്മൾ വെയിറ്റ് ചെയ്യുക. ചൂടായ ശേഷം നമ്മൾ അതിനകത്തോട്ട് കടുകിടുന്നത് മിസ്സായിട്ടുണ്ട്. കടുക്, വെളുത്തുള്ളി, പിന്നീട് കൊച്ചുള്ളിയും കൂടി ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ആ എണ്ണയിലോട്ട് കടുകുമായിട്ടൊന്ന് മിക്സ് ആകുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കിനും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതിനകത്തോട്ട് ഇഞ്ചിയും കൂടെ, പച്ചമുളകും മാത്രമല്ല ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമുളകും കൂടെ വാടി വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി അതൊന്ന് വാടി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. വാടി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആയ തക്കാളിയും അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കി ഈ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നന്നായി വാടി വരുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും ഉലുവാപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നീട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടാണ് അരച്ചിരിക്കുന്നത്. പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം അരപ്പൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നുണ്ട്. ആ അരപ്പ് അരച്ച ജാറിൽ തന്നെ കഴുകി ആ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടതൊന്ന് കട്ടാതെ കിടന്നിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പ് വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതോ ഒരു 2 മിനിറ്റ് കൊണ്ടൊന്ന് തിളയ്ക്കും. അത് തിളയ്ക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ട കെട്ടിയൊന്നും കിടക്കല്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അത് പതുക്കെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങൾ അതിലേക്ക് ഓരോന്നോരോന്നായി പെറുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ്സ് കൂടിയാലേ നമുക്ക് ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇത് നമ്മുടേതായിട്ടൊരു സ്റ്റൈലിൽ വെക്കുക. അല്ലാതെ നമ്മുടെ വീട്ടിൽ ഇത് കുക്ക് ചെയ്യുന്ന രീതിയാണ്. അല്ലാതെ നമ്മൾ വലിയ കുക്കൊന്നും അല്ല. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണുമായിരിക്കും. എന്തഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അതുകൊണ്ട് തിളച്ചിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നന്നായി തിളച്ചു. ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് തിളച്ച് അതുകൊണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് തുള്ളി പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്താൽ നല്ലതാണ്. പക്ഷേ നമ്മളത് ഒഴിക്കുന്നില്ല. കാരണം എണ്ണയൊന്നും ഒരുപാട് കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് നമ്മളതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു.